ഞാൻ കുമാരൻ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ, ഒരനാവശ്യ പത്രപ്രവർത്തകൻ. ഞാൻ വിജയ് മേനോൻ, ക്യാപ്റ്റൻ വിജയ് മേനോൻ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു മൈ ഡിയർ ബ്രദർ. ഇന്ന് മെയ് 5, ശ്രീദേവിയുടെ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ഫീസ് കിട്ടണം. പണമില്ലെന്ന് അവളോട് ഇങ്ങനെ പറയും. തൽക്കാലം വാച്ച് വയ്ക്കാം, പണം ഉണ്ടാകുമ്പോൾ പുതിയതൊന്ന് വാങ്ങാം. മഠത്തിലേക്ക് കത്തയച്ചിട്ട് 1 മാസം കഴിഞ്ഞു. മോൾ എന്ത് കരുതുവാവോ? ഒരു ഇല്ലൻ്റിൽ ഇന്ന് തന്നെ എഴുതണം. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കുമാരേട്ടൻ. ഈശ്വര, അതേ കത്തായിരുന്നു. കുമാരേട്ടൻ ഒരു മകളല്ലേ ഉള്ളൂ? ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറും ഒരു പ്രഹസനമായിരിക്കും. എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതിപീഠം കേൾക്കും. താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നെന്നിരിക്കും. How does he know that? പലതും അനുഭവിച്ച് മനസ്സ് മരവിച്ചു പോയിരിക്കുന്നു. 18 വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിന് വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത്. ഏത് കേസും തേച്ചു മാച്ച് കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം. ആ കേസിന് ഒരേ ഒരു സാക്ഷിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ 1-ാം സാക്ഷി. കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിക കൃത്യം അന്ന് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിരുന്നുള്ളൂ. ഇന്നേക്ക് 18 വർഷം തികയുന്നു. ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിന് പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് അന്ന് ശ്രീദേവി മോളുടെ 5-ാം പിറന്നാളാണെന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല, 4-5 പള്ളൊന്ന് നടക്കാം. മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത്, ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത്. അബദ്ധ എന്നാ തോന്നുന്നത്. ഈ സ്ഥലം അത്ര നന്നല്ല. കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടപ്രാന്തി. ഒരു ലോറി പോലും കാണാനില്ലല്ലോ. അതാരാ നിലവിളിച്ചത്? എന്നാ അതൊന്നും അറിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ടോ, നിന്റെ ഭാര്യയുടെ സ്വാർത്ഥത കണ്ടോ? അവൾക്ക് നീ വിലപിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തൈലവും വിലപിടിച്ചതാണ്. അതവൾക്കറിയില്ല. എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത്. നിന്റെ ഡ്യൂട്ടി? എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല, കോടിയാണ്. 4 കോടി. എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ. അതിന്റെ ഫയലുകൾ ഇനി തന്റെ കയ്യിൽ വരാൻ പാടില്ല. പിടിക്കടാവണേ.
കുഞ്ഞെവിടെ? ഇവൻ സമ്മതിക്കില്ല ജോർജ്. നമ്മുടെ 4 കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനമുട്ടി വെച്ച് കത്തിച്ചാലോ? മോളിൽ നിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂല അല്ലേ? ഈ കാടെന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വകയാണോടാ പട്ടി? ഇയാൾക്ക് എന്തിനാ ഒരു ചന്ദനമുട്ടിയാക്കുന്നത്? ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ച് കളാച്ചായ. ആഹാ, താൻ കുടുംബത്തോടെ വാരിയല്ലേ? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട് മാറി കൊണ്ടുപോ. ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു. നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവർ ആ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു. കാറിൽ നിന്ന് ഇറങ്ങി വന്ന ജോർജ് എന്ന ചെറുത്താനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പൂച്ചക്കണ്ണുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല. ഞാൻ കണ്ടു നിൽക്കേ അവരാ പാവ മനുഷ്യനെ. ജ്വാല അത്രയും ഞാൻ കണ്ടുള്ളൂ. അത് ആ പാവത്തിന്റെ ആത്മാവായിരുന്നിരിക്കാം. ചെകുത്താനൊരു ബലിയർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി. കത്തിയമർന്ന അസ്ഥികളെടുത്ത് മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടി. എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത്. രാത്രി മുഴുവൻ അവിടെയെല്ലാം തിരഞ്ഞ് ആ അമ്മയെയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളയാൻ നിർദ്ദേശം നൽകിയ ആ പൂച്ചക്കണ്ണം പോയത്. 100% മനസ്സ് പാളിപ്പോയ ആ പാവം സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല. പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല. ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചു വെച്ചു എന്നേക്കുമായി. $4 കോടി ചന്ദനത്തൈലത്തിന്റെ കള്ളക്കളിയെക്കുറിച്ച് അന്വേഷണം നടത്തി. ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളിലും എഴുതി. അത് കേസായി. ജോർജിനും പൂച്ചക്കണ്ണനുമെതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി. കേസ് നമ്പർ 37A473-12-3-1976. 37A473-12-3-1976. ചെവിയിൽ പഞ്ഞി തിരികെ നീതിപീഠം എന്റെ മൊഴികൾ കേട്ടു. ഒരു ചുക്കും സംഭവിച്ചില്ല. 4 കോടിക്ക് പകരം 6 കോടി അവർ വാങ്ങി. ജീവനോടെ ദഹിച്ച ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞു. സുഹൃത്തെ, നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു. ഒരു രാഷ്ട്രീയക്കാരന്റെ അക്രമത്തിന് സാക്ഷി പറയാൻ. അതേ കോടതി, അതേ ദിവസം. പറയൂ, ഞാൻ തോക്കുമോ അതോ ജയിക്കുമോ?
സമയം എത്രയായിന്നറിയോ? ഉണ്ണി എന്താ ഈ അർദ്ധരാത്രി പറമ്പിൽ വന്ന് തീരായണേ? ഒന്നുമില്ല മാവ, ഈ തീക്ക് നല്ല ചൂടുണ്ട്. മേ ഐ കം ഇൻ സർ? ആ വരണം വരണം. ഞങ്ങളത് ഫ്ലാഷ് ചെയ്തത് കണ്ടല്ലോ. സംഭവം ചൂടായി. പുതിയതല്ലോ ഉണ്ടോ? ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലേ സർ? അതൊന്നും സാരമില്ല. പത്രത്തിൽ എഴുതുന്നതും പത്രം ഓഫീസിൽ ഒന്ന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതും സാധാരണ. അതങ്ങ് മറന്നുകളാ. എനിക്കൊരു സഹായം ചെയ്തു തരണം. ഒരു റിസർച്ച് ആവശ്യത്തിനാണ്. 1975 ഡിസംബർ മുതലുള്ള പത്രത്തിന്റെ കുറെ ഇഷ്യൂകൾ ഒന്ന് സംഘടിപ്പിച്ചു തരണം. ഫയൽ കോപ്പി കാണും. തന്നയക്കാൻ ഇത്തിരി വിഷമമാണ്. ഇവിടെ ഒന്ന് വായിച്ചൂടെ? വായിക്കാം, വിഷമമില്ല. പക്ഷെ സ്വല്പം മനസമാധാനത്തോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനമുണ്ടായെന്ന് വരും. ഞാൻ ഉപദ്രവിക്കുന്നില്ല. നാളെ വരാം. 75 ഡിസംബർ മുതൽ 76 മാർച്ച് വരെയുള്ള 121 പത്രങ്ങൾ മാത്രം മതി. യു ക്യാൻ ട്രസ്റ്റ് മീ, യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് എനി ഡാമേജ്. സത്യം പറ, നിങ്ങൾ ആരാണ്? തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാൽ മതി. പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും. ഐ എം ആൻ ഏജന്റ് ഫ്രം ദ ഹെവൻ. സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ്. എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. എന്താ നീ പത്രക്കച്ചവടം തുടങ്ങിയോ? ആ, പഴയതാണ്. 75-76 വായിക്കുന്നോ? ഹേയ്, അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിയതല്ലേ. എന്താ ഇതിപ്പോ ഇത്ര തെരഞ്ഞു പിടിക്കാൻ? അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു, അത് നോക്കായിരുന്നു. അന്നത്തെ ഡിഫൻസ് എവിടെ, ഇന്നത്തെ ഡിഫൻസ് എവിടെ? എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ. എവിടെ നോക്കിയാലും യുദ്ധം. ആ ആ ആ ആ താങ്ക് യു സാർ. നല്ല ഫോട്ടോജനിക്കാണ്. താങ്ക് യു. പലരും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? തരക്കേടില്ല. കുമാരേട്ടന് ശ്രീദേവി ഒരു ഒറ്റ മകളേ ഉള്ളൂ? എന്തേ? അല്ല, ശ്രീദേവിക്ക് 5 വയസ്സ് കഴിഞ്ഞപ്പോ ഒരു അനിയത്തിയോ മറ്റോ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, ഓർമ്മ? എങ്കിൽ എത്ര നന്നായനെ. ഒറ്റയ്ക്ക് കഴിഞ്ഞ് മടുത്തു. പക്ഷേ ഒരു പേരും കൂടെ കുമാരേട്ടൻ എന്നോട് പറയാറുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലേ? രുക്മിണിയാണോ? ആരാ അത്? എന്റെ ഫ്രണ്ടാ. അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. ഇവിടെ വിമൻസ് കോളേജില് ഡിഗ്രിക്ക് പഠിക്കുക. എന്ന് വെച്ചാൽ 19-20 വയസ്സ്. 18 ഒന്നും 19. ഫോട്ടോ നാളെ കിട്ടും. ആ, അത് ശ്രീദേവി എടുത്തോളൂ. ചുവരിൽ ഒട്ടിച്ചു വെച്ചാൽ മതി. ഒരാള് കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറിക്കിട്ടും. പോട്ടെ. രുക്മിണി അല്ലേ? അതെ. ഇപ്പൊ ഏത് ക്ലാസ് നടക്കുന്നത്? ഫിസിക്സ്. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു ബ്രദർ. ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ? രുക്മിണിയുടെ അച്ഛനും അമ്മയും ഗൾഫിലാ. ഞാൻ ചിറ്റമ്മയുടെ കൂടെയാണ്. കുമാരേട്ടൻ രുക്മിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നല്ലേ? ഈ കുമാരേട്ടൻ എന്ന് ഇല്ലന്റെ പുറകിലൊക്കെ എഴുതി ഇടയ്ക്കിടെ അയക്കാറില്ലേ? ഏയ്, എനിക്കിതുവരെ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ അയക്കാറുണ്ട്. ഓ, ദാറ്റ്സ് ഇറ്റ്. ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കണ്ണെന്ന് തോന്നി. കണ്ടു. ഫിസിക്സ് ഇത്തിരി ടഫാണ്. ഞാൻ കാരണം ഉഴപ്പുണ്ടപ്പോയിക്കോളൂ. ഹലോ, കുട്ടിക്ക് എന്റെ വക ഒരു പ്രസന്റ്. അയ്യോ വേണ്ട. താങ്ക് യു. ഒരു പഴയ കേസ് എടുത്ത് തലയെ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ? വക്കീലല്ലടാ, ജഡ്ജി. ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ്. നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ. എന്ന് വെച്ചാ ഉണ്ട. ഇത്രയും വലിയൊരു ഉണ്ട. അല്ലോ. അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം. കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം. അതൊക്കെ ഞാൻ പൊക്കി തരാം. നീ ആ നമ്പറിങ്ങ. ഇതങ്ങള ഇങ്ങോട്ട് എഴുത. വ്യക്തമായിട്ട് എഴുതണം.
വായിക്കാൻ പറ്റണം. 37 473 12 1976. 10,000 കേസുകളാ ഇതിനകത്ത് കെട്ടിക്കിടക്കുന്നു. ആണോ? അതും ഇതുവരെ കോടതിയിൽ വരാത്ത കേസുകൾ. അതിനിടയ്ക്ക് 16 അടിയന്തരം കഴിഞ്ഞ ഈ കേസ് എന്തിനാണോ താനിപ്പോ തപ്പിയെടുക്കുന്നത്? 16 അടിയന്തരമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആത്മാവിന്റെ സ്വൈര്യം കെടുത്തുന്ന മറ്റു കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. എനിക്ക് വേണ്ടി ചേട്ടൻ തപ്പിയേ പറ്റൂ. ഞാനും മുങ്ങാം. തിരിച്ചു പൊങ്ങുമ്പോ നിധി വല്ലതും കൈ തടഞ്ഞാ പോരെ? എന്ത് തടയും? എന്തു തടയണം? മോള് പ്രസവിക്കാൻ ആശുപത്രി കിടക്കുകയാണ്. മോള് ഇരട്ട പ്രസവിക്കും പോരെ? മതി, ആ നമ്പറോട്. ഇങ്ങനൊരു വക്കാലത്ത് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാ. ഇതെന്താ ഇങ്ങനെ? നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കേട്ടിട്ടില്ലേ? പിന്നെ നമ്മുടെ കടമ്മന ഞാനാണ് ആ കാട്ടാളൻ, ഇതാണ് ആ പന്തം. ഇതൊന്ന് കത്തിക്കെന്റെ പൊന്നു ചേട്ടാ. എഴുത്.